നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആശങ്കാപരമാകുന്ന ഒന്നാണ് ആത്മഹത്യ ചെയ്യുന്ന മുതിർന്നവർ. അവരോട് നമുക്ക് ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉപദേശിക്കാമെങ്കിലും പലപ്പോഴും പല സാഹചര്യം വരുമ്പോൾ ആത്മഹത്യ അവർ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ കുട്ടികളും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി എന്നത് ഏറെ ആശങ്കാജനകമാണ്. പ്രത്യേകിച്ച് നേമത്ത് 4 വയസ്സുകാരി തൂങ്ങി മരിച്ച സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. സമാനമായ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഒരു 16 വയസ്സുകാരി തൂങ്ങി മരിച്ചിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഇടുക്കി കാഞ്ചിയാറിൽ നിന്നും നടക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. അതായത് ഒരു 16 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കക്കാട്ടുകട സ്വദേശിയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. വീടിന് പുറകിലുള്ള മുറിയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. മരണകാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി +1 അഡ്മിഷനായുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ഈ ഒരു അഡ്മിഷനായുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട്ടുകാരുമായി യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ വീട്ടിൽ അത്തരത്തിൽ ഒരു മരണത്തിലേക്ക് പോകാൻ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വീട്ടിലില്ല എന്നാണ് വീട്ടുകാർ നൽകുന്ന മൊഴി. എന്താണ് സംഭവിച്ചത്? 16കാരി എന്തിന് ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തു, അല്ലെങ്കിൽ ഒരു കടുങ്കൈ ചെയ്തു എന്നതും ഒരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ 16കാരിക്ക് എന്താണ് സംഭവിച്ചത്, എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ ഇടയ്ക്ക് തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ അത് നടക്കുന്നതായിരുന്നു. അതായത് ഒരു 4ാം ക്ലാസ്സുകാരിക്ക് തൂങ്ങി മരിക്കാനുള്ള കുരുക്കിടാൻ അറിയാമോ? ഇത്തരത്തിലുള്ള ബുദ്ധി ആര് പറഞ്ഞു, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് പഠിച്ചു എന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ 4ാം ക്ലാസ്സുകാരി തന്നെയാണ് തൂങ്ങി മരിച്ചത് എന്നും ഉറപ്പിച്ച് കണ്ടെത്തിയിരുന്നു. എന്തായാലും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമത്തിലായിരുന്നു അഹല്യ എന്ന 4ാം ക്ലാസ്സുകാരി അന്ന് ആത്മഹത്യ ചെയ്തത്. നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശി ശ്യാമിന്റെയും ലേഖയുടെ മകൾ അഹല്യയാണ് മരിച്ചത്. ഇരുവരും കൂലിപ്പണിക്കാരാണ്. രാവിലെ അമ്മ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കുട്ടി ഒപ്പം വരുന്നുവെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പറ്റില്ലെന്ന് അമ്മ പറഞ്ഞ് കുട്ടിയെ വഴക്കു പറഞ്ഞു. ഇതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി ജീവൻ ഒടുക്കിയതെന്നാണ് സൂചനയായിരുന്നത്. അച്ഛനും അമ്മയും പുറത്തു പോകുന്നതിനാൽ സൂക്ഷിച്ച് ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്നും കുട്ടിയോട് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി. അച്ഛന്റെ സഹോദരിക്കൊപ്പമാണ് അഹല്യയെ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത്. അവർ ഭക്ഷണം പാകം ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കാനായി കുട്ടിയെ വിളിച്ചിട്ടും വന്നില്ല. തുടർന്ന് അടച്ചിട്ടിരുന്ന മുറിയുടെ ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വീട്ടിലെ ഫാനിൽ തുണികെട്ടി മേശയിൽ കയറി നിന്ന് കുരുക്ക് കഴുത്തിലിട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നേമം പോലീസ് കേസെടുത്തിരുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്നത് വളരെ വേദനാജനകവും ആശങ്കാജനകമാണ്. അതായത് എങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണമെന്ന് അറിഞ്ഞൂടാത്ത പ്രായത്തിലാണ്, അല്ലെങ്കിൽ ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നു എന്നത് തന്നെ മലയാളികളെ സംബന്ധിച്ച് അത് നടക്കുന്ന ഒരു വിവരമാണ്. നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ എങ്ങനെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള കുരുക്ക് പഠിക്കുന്നു, അത് മാത്രമല്ല എങ്ങനെ അവർ ഈ ഒരു ആത്മഹത്യയിലേക്ക് എന്ന ചിന്തയിലേക്ക് എത്തുന്നു. ഒരു നിസ്സാര വഴക്ക് പറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്ന 4ാം ക്ലാസ്സുകാരി, അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ പ്രവണത വർദ്ധിക്കുകയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ വലിയവരോട്, അതായത് മുതിർന്നവരോട് പറയാറുണ്ട്. പക്ഷെ അതിപ്പോൾ കുട്ടികളോടും കൂടി പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒന്ന് തിരിഞ്ഞ് രണ്ടാമത്ത് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന തലത്തിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രായഭേദ വ്യത്യാസം എന്നെ എല്ലാവരും അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു സംഭവം അത് അക്ഷരാർത്ഥത്തിൽ ആശങ്കാജനകം തന്നെയാണ്.